നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള തങ്ങളുടെ അവസാന സന്നാഹ മത്സരം കളിക്കാൻ ഇന്ന് അർജന്റീന ഇറങ്ങുകയാണ്. എതിരാളികൾ ഐസ്ലൻഡാണ്. ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം നാളെ രാവിലെ 6:30 കളി ആരംഭിക്കുന്നത്. എന്നാൽ ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കോച്ച് ലയണൽ സ്കലോനി ഒരു കാര്യം പറയുകയുണ്ടായി. ബലേഡിയുടെ റീപ്ലേസ്മെൻറ്റ് ബുധനാഴ്ചയ്ക്ക് മുമ്പുണ്ടാകും. അർജന്റീൻ മാധ്യമങ്ങളൊക്കെ നൽകുന്ന സൂചന ഇന്ന് ആ ഒരു റീപ്ലേസ്മെൻറ്റ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ്. ഒരു പക്ഷേ കളിക്ക് മുമ്പ് തന്നെ ഉണ്ടാകുമെന്ന് TYC സ്പോർട്സ് പറയുന്നു, അല്ലെങ്കിൽ കളിക്ക് ശേഷം എന്നുള്ള സൂചനകൾ മറ്റു മാധ്യമങ്ങളും നൽകുന്നുണ്ട്. എന്തായാലും നാളേക്ക് മുമ്പ് ആ പ്രഖ്യാപനം വരും. പക്ഷെ നമുക്ക് നാളെ ആയിരിക്കും കേട്ടോ. അത് US ദിവസമാണ്. അവിടെ രാത്രി നടക്കുന്ന കളി നമുക്ക് നാളെ രാവിലെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാളെ രാവിലെയൊക്കെ പ്രതീക്ഷ മതി. ഈ പ്രഖ്യാപനം ആരെയൊക്കെയാണ് അവർ പരിഗണിക്കുന്നത് എന്നുള്ള വിവരം ഇപ്പോൾ TYC സ്പോർട്സ് പുറത്തുവിടുന്നുണ്ട്. ലിയോ ബലേഡി ഡിഫൻഡറായിരുന്നു, പക്ഷേ സെൻട്രൽ ബാക്ക് പൊസിഷനിലേക്ക് ഇനി ഒരാൾ എടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ കോച്ച് എന്നുകൂടി TYC സ്പോർട്സ് സൂചിപ്പിക്കുന്നു. അത് ഇന്നലെ കോച്ച് പറഞ്ഞ ചില വാക്കുകൾ, നമ്മുടെ സെൻട്രൽ ബാക്ക് പൊസിഷൻ കവേർഡാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഓൾറെഡി കവേർഡാണ് എന്ന് പറയുമ്പോൾ മറ്റ് പൊസിഷനുകളിലേക്ക് ഈ ഒരു അവസരം ഉപയോഗിച്ച് താരത്തെ എടുക്കാൻ, ഒരു താരത്തെ റീപ്ലേസ് ചെയ്ത് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ബ്രസീൽ അതാ ചെയ്തത്. വെസ്ലിക്ക് പരിക്ക് പറ്റിയപ്പോൾ മധ്യനിരയിലേക്ക് എഡേഴ്സിനെ എടുക്കുകയും ചെയ്തു. അതുപോലെ ഒരു നീക്കത്തിലേക്ക് സ്കലോനി പോയേക്കുമെന്നാണ് TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ട്. അതായത് ഇപ്പോൾ വേൾഡ് കപ്പിന് ഈ ഒരു സ്പോട്ടിനായിട്ട് കണ്ടൻഷനിലുള്ളത് എമിലിയാനോ ബ്യൂണ്ടിയ, നിക്കോളാസ് കപ്പാൽഡോ, അഗസ്റ്റിങ്കിയെ, മാക്സിമോ പെറോൺ, ഗോയിഡോ റോഡ്രിഗസ് എന്നിവരാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരൊറ്റ ആളും സെൻട്രൽ ബാക്കില്ല. സെൻട്രൽ ബാക്കായിട്ടുള്ളവരില്ല. ഇപ്പോൾ പ്രിലിമിനറി 55 മെൻസ് ലിസ്റ്റ് ഉണ്ടല്ലോ, അതിലുള്ളവരെയാണ് എടുക്കാൻ പറ്റുള്ളൂ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. TYC സ്പോർട്സ് പ്രത്യേകം പറയുന്നു, ദി ഫൈനൽ സെലക്ഷൻ വിൽ ബി അനൗൺസ്ഡ് ഓൺ ട്യൂസ്ഡേ ബിഫോർ ദി ഫ്രണ്ട്ലി മാച്ച് എന്നാണ്. അപ്പോൾ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് TYC സ്പോർട്സ് നൽകുന്നത്. എന്നിട്ട് സ്കലോനി ഇന്നലെ പറഞ്ഞ കാര്യം ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കണം. സ്കലോനി പറഞ്ഞത്, ഞാൻ ഈ റീപ്ലേസ്മെൻറ്റ് മാച്ചിന് ശേഷം ഉടൻ പ്രഖ്യാപിക്കുമെന്നല്ല പറയുന്നത്. ഞങ്ങൾക്ക് ഒരു ക്ലിയർ പിക്ചർ നാളത്തോടു കൂടി ലഭിക്കും. അദ്ദേഹം ഇന്നലെ പറഞ്ഞാണ് കേട്ടോ. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞാണ്, നാളത്തോടു കൂടി ലഭിക്കും. അപ്പോൾ അതനുസരിച്ച് ടീമിന് ആവശ്യമുള്ള രൂപത്തിൽ ഒരു തീരുമാനമായിരിക്കും ഞങ്ങൾ എടുക്കുക. ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. മറ്റ് പോസിബിലിറ്റീസും ഞങ്ങൾ നോക്കുന്നുണ്ട്. പ്ലെയേഴ്സ് എങ്ങനെ ഈ ട്രെയിനിങ്ങും അതുപോലെ സന്നാഹ മത്സരമൊക്കെ ഫിനിഷ് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങൾക്ക് എന്തായാലും ഒരു ഐഡിയ ഉണ്ട് ആരെ എടുക്കണം എന്നുള്ളതിനെക്കുറിച്ച്. അത് നാളെ തീരുമാനിക്കുകയുള്ളൂ. ബട്ട് വെനസ്ഡേക്ക് മുമ്പ് നിങ്ങൾ കാര്യം അറിയും എന്നുകൂടി സ്കലോനി ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്. അപ്പോൾ സത്യം എന്താണെന്ന് വെച്ചാൽ, അർജന്റീന ഡിഫൻസ് കവേർഡ് ആണ്. ക്യൂട്ടി റൊമേറോ, നിക്കോളാസ് ഓട്ടമെൻഡി, ലിച്ച, അതായത് ലിസാൻഡ്രോ മാർട്ടിനസ്, ഫെക്കുണ്ടോ മെദീന. അപ്പോൾ മെദീനയുടെ കാര്യത്തിൽ പലരും പറയും അദ്ദേഹത്തെ ടാഗ്ലിയാഫിക്കൊക്കെ പകരം കളിപ്പിക്കുന്നതിൽ. അങ്ങനെ സ്കലോനി ചെയ്യാറുണ്ടെങ്കിലും ബേസിക്കലി അദ്ദേഹം സെൻറ്റർ ബാക്കാണ്, നേച്ചുറലി സെൻറ്റർ ബാക്കാണ്. അങ്ങനെ അദ്ദേഹം ഒളിമ്പിക് മാച്ചൊക്കെ വേണ്ടി കളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഏരിയ കവേർഡാണ്. പിന്നെ ഇപ്പോൾ ഓൾറെഡി സ്ക്വാഡിനോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഗിയയും കപ്പാൽഡോയും ഒക്കെ അവർ സ്ട്രോങ് കണ്ടൻറ്റേഴ്സാണ്. രണ്ടുപേരും റൈറ്റ് ബാക്സ് ആണെന്നുള്ളതാണ് പ്രശ്നം. കാരണം ഫ്രണ്ട്ലീസിൽ അങ്ങനെയാണ് അവർ രണ്ടുപേരും കളിച്ചത്. പക്ഷേ ഗോൺസാലോ മുണ്ടിലിനും നാഹിൽ മോളിനക്കും പരിക്ക് പറ്റിയതുകൊണ്ട് സ്ക്വാഡിനോടൊപ്പം അവർ ചേർത്തായിരുന്നു. ഇപ്പോൾ അവർ രണ്ടുപേരും ഫിറ്റായിട്ടുണ്ടെന്ന് കോച്ച് അനൗൺസ് ചെയ്യുമ്പോൾ ഇനി മൂന്നാമതൊരു റൈറ്റ് ബാക്കിനെ ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ സ്ട്രെയിഞ്ച് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് പൊസിഷനുകളിലേക്ക് താരങ്ങളെ എടുക്കാനായിരിക്കും, ഒരു താരങ്ങളെന്ന് പറയാൻ ഒറ്റ റീപ്ലേസ്മെൻറ്റ് നടത്താനായിരിക്കും കോച്ച് ചിന്തിക്കുക. അപ്പോൾ ഗോയിഡോ റോഡ്രിഗസ് സ്വാഭാവികമായിട്ടും പരിഗണിക്കപ്പെടുന്ന ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹം വലൻസിയയിലാണ്. കുറേ കാലമായിട്ട് അദ്ദേഹം അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചിട്ടില്ല. പക്ഷേ സൈക്കിളിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം റെഗുലറായിട്ട് ടീമിലുണ്ടായിരുന്നു. ഏതായാലും കോപ്പ അമേരിക്ക ടൈറ്റിലുകൾ വിജയിച്ച, വേൾഡ് കപ്പ് ടീമിലൊക്കെ ഉണ്ടായിരുന്ന താരമാണ്. സോ ലിയാൻഡ്രോ പെരേഡസ് ഇഞ്ചോർഡ് ആകുന്ന ഈ ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ സ്കലോനി മറ്റു തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, മറ്റു പൊസിഷനുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ കൊണ്ടുവരിക, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇസിക്കിയൽ പലാസിയോസിന് കഴിഞ്ഞ കളിയിൽ അത്തരം ഒരു റോള് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ വൺ പോസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ പെറോണിനെ എടുക്കുക. അപ്പോൾ നിക്കോ പാസിൻ്റെ ടീംമേറ്റ്സ് അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. ഏതായാലും
സീസണിൽ വൺ ഓഫ് ദി സ്റ്റാൻഡ് ഔട്ട് പ്ലെയേഴ്സ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്തിയിട്ടുള്ള കളിക്കാരനാണ് അദ്ദേഹവും. അർജന്റീനയ്ക്ക് വേണ്ടി 2 അന്താരാഷ്ട്ര മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുമുണ്ട്, മൗറിറ്റാനിയയ്ക്കും സാംബിയയ്ക്കും ഒക്കെ എതിരായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും പരിഗണിക്കുന്നുണ്ട്. ഓൾട്ടർനേറ്റീവ്ലി കുറച്ചുകൂടി അറ്റാക്കിംഗ് സ്റ്റൈലിലേക്ക് പോകാൻ കോച്ച് തീരുമാനിക്കുകയാണെങ്കിൽ എമിലിയാനോ ബ്യൂണ്ടിയയെ പരിഗണിക്കും എന്നുകൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു TYC സ്പോർട്സ്. ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടിയിട്ട് 54 മത്സരങ്ങളിൽ 11 ഗോളുകളുമായിട്ട് നല്ലൊരു സീസൺ അദ്ദേഹം കളിച്ചു. 29കാരനായിട്ടുള്ള താരം ഒരു പക്ഷേ സ്ക്വാഡിലേക്ക് എത്താനുള്ള സാധ്യത. അപ്പോൾ ഈ ഒരു 5 പേരാണ് പ്രധാനമായിട്ട് ഇപ്പോൾ പരിഗണനയിലുള്ളത്. അതിൽ ഫൈനൽ തീരുമാനം ഇന്ന് വരും, ഇന്ന് രാത്രിയോടുകൂടി വരും. നമുക്ക് നാളെ പുലർച്ചെ നമുക്ക് കരുതിയാൽ മതി. ഏതായാലും സെൻറ്റർ ബാക്കുമാരെ ആരെയും പരിഗണിക്കുന്നില്ല ബലേഡിക്ക് പകരം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.